രാജ്യതലസ്ഥാനത്തെ നടുക്കിയുണ്ടായ സ്ഫോടനത്തിൽ മരിച്ചത് 8 പേരാണ്. തിങ്കളാഴ്ച വൈകിട്ടോടെ ചെങ്കോട്ടയ്ക്ക് മുന്നിലുണ്ടായ സ്ഫോടനത്തിൽ 30ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഹരിയാന രജിസ്ട്രേഷനിലുള്ള i20 കാറാണ് പൊട്ടിത്തെറിച്ചത്. ഈ വാഹനം ഓടിച്ചത് പുൽവാമ സ്വദേശി ഡോക്ടർ ഉമർ നബിയാണെന്നതാണ് സൂചന. ഇയാളുടെ കുടുംബാംഗങ്ങളുടെ DNA സാമ്പിളുകൾ പോലീസ് ശേഖരിച്ചു. വിശദമായി നോക്കാം. എന്താണ് ഈ സംഭവത്തിന് പിന്നിൽ ഇതുവരെ അന്വേഷണ ഏജൻസികൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത് എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അഭിലാഷ് രാധാകൃഷ്ണൻ ചേരുന്നു. അഭിലാഷ്, അന്വേഷണ ഏജൻസികൾ പലതരത്തിലുള്ള നിഗമനങ്ങളിലേക്ക് എത്തുന്നുണ്ട്. വളരെ വേഗത്തിൽ ചടുലമായ അന്വേഷണം നടക്കുന്നു എന്നാണ് നിലവിലുള്ള നീക്കത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. പ്രധാനമന്ത്രി നേരിട്ട് കാര്യങ്ങൾ നിരീക്ഷിക്കുന്നു. അമിത്ഷാ ഓരോ സാഹചര്യങ്ങളും നിരീക്ഷിച്ചുകൊണ്ട് അന്വേഷണത്തിൻ്റെ ഘട്ടങ്ങൾ അത് അതീവ ജാഗ്രതയിലാണെന്ന് രാജ്യത്തിന് തന്നെ ഉറപ്പ് നൽകിയിട്ടുമുണ്ട്. നിലവിലുള്ള നിഗമനങ്ങൾ, ഇതുവരെയുള്ള നിഗമനങ്ങൾ അതെങ്ങനെയാണ്? ഭീകരാക്രമണത്തിലേക്ക് സർക്കാരിൻ്റെ ഒരു സ്ഥിരീകരണം നമുക്ക് ആവശ്യമുണ്ടോ? അത്തരമൊരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്. സജിത്ത്, ഇപ്പോൾ ലഭിക്കുന്ന പ്രധാനപ്പെട്ട സൂചനകളെല്ലാം നയിക്കുന്നത് ഇതൊരു ഭീകരാക്രമണം തന്നെയാണ് എന്നുള്ളതാണ്. പക്ഷേ നമുക്ക് ഇപ്പോഴും ഔദ്യോഗികമായി നമുക്കത് സ്ഥിരീകരിക്കണമെന്നുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ പ്രഖ്യാപനം ഉണ്ടാവണം. അത് ഒരുപക്ഷെ 11 മണിക്ക് അന്വേഷണ ഏജൻസികളും ആഭ്യന്തരമന്ത്രി അമിത്ഷായും തമ്മിൽ നടക്കുന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരിക്കും അത്തരത്തിലൊരു ആ കാര്യത്തിലൊരു വ്യക്തത ഉണ്ടാവുക. അതിൽ ഒരുപക്ഷെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊരു പ്രഖ്യാപനം ഒരുപക്ഷെ ഉണ്ടായേക്കും. അതിന് പിന്നിൽ ആരാണെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്ന ഉമർ നബി എന്ന് പറയുന്ന ആളാണ് ഇന്നലെ സ്ഫോടനത്തിനിടയാക്കിയ കാറ് ഓടിച്ചിരുന്നത് എന്നുള്ളത് ഇപ്പോൾ നമുക്ക് വ്യക്തമാണ്. CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഇയാളുടെ ഉമർ നബി എന്ന് പറയുന്ന ആളുടെ സഹോദരങ്ങളെയും അമ്മയെയും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. അപ്പോൾ നമുക്ക് ഒരു കാര്യം ഉറപ്പാണ്, ഈ ഉമർ നബിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംഘം ഇവിടെ പ്രവർത്തിച്ചിരുന്നു. അവർ ഇതിൻ്റെ പിന്നിൽ, ഈ ഒരു സ്ഫോടനത്തിന് പിന്നിൽ അത്തരത്തിൽ ചില ആളുകൾ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഏറെക്കുറെ കൃത്യമായ സൂചനകൾ ലഭിച്ചിരിക്കുകയാണ്. മാത്രമല്ല UAPA കേസ് വകുപ്പ് ചുമത്തിയാണ് ഇപ്പോൾ ഡൽഹി പോലീസ് കേസെടുത്ത് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മാത്രമല്ല NIA അന്വേഷണത്തിലുണ്ട്. പ്രധാനപ്പെട്ട കേന്ദ്ര ഏജൻസികളെല്ലാം ഈ അന്വേഷണത്തിലുണ്ട്. മാത്രമല്ല ഡൽഹിയിലെ ഈ സ്ഫോടനം നടന്ന ഒരു സ്ഥലത്ത് മാത്രമല്ല രാജ്യത്തെ വിവിധയിടങ്ങളിൽ അതീവ കർശന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. വലിയ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇതൊരു ഭീകരാക്രമണമാണെന്നുള്ള കാര്യത്തിലേക്കാണ് സൂചനകൾ നമ്മളെ നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലൊരു കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പ്രഖ്യാപനം മാത്രമേ ഇനി വരാനുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ കരുതുന്ന പോലെയാണെങ്കിൽ, വരുന്ന വിവരങ്ങളെല്ലാം ശരിയാണെങ്കിൽ ഇതൊരു ഭീകരാക്രമണമായി തന്നെ നമുക്ക് കണക്കാക്കാം. മാത്രമല്ല ഈ മുഹമ്മദ് മുസമ്മൽ ഗനയിൽ എന്ന് പറയുന്ന ആളുണ്ട്. ഇയാളെയാണ് ഇന്നലെ ഫരീദാബാദിൽ നിന്ന് ഹരിയാന പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. ഇയാളുടെ പക്കൽ നിന്ന് 2560 കിലോ അമോണിയം നൈട്രേറ്റും അതുമായി ബന്ധപ്പെട്ട് ബോംബ് ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നിരവധി സാധനങ്ങൾ അയാളുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തിരുന്നു. അയാളിൽ നിന്ന് ലഭിക്കുന്ന വിവരം അനുസരിച്ചാണ് ഡോക്ടർ ഷഹീൻ എന്ന് പറയുന്ന ഒരു വനിതാ ഡോക്ടറെ പിടികൂടുന്നത്. അവരുടെ വാഹനത്തിൽ നിന്ന് AK കുർണിക്കോവ് എന്ന് പറയുന്ന ഒരു റൈഫിൾ കണ്ടുപിടിക്കുന്നു. അവരുടെ പിസ്റ്റളും 2 കാട്രിഡ്ജും അതുപോലെ തിരനിറച്ച പിസ്റ്റളൊക്കെ കണ്ടെടുക്കുന്നു. അതിനുശേഷമാണ് ഈ രണ്ടുപേരും പിടിയിലായതോടുകൂടി ഈ നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഉമർ നബി എന്ന് പറയുന്ന ഭീകരൻ ഡോക്ടറാണ്. അയാൾ പാനിക് ആവുകയും അവർ വലിയ രീതിയിലൊരു പദ്ധതിയാണ് പ്ലാൻ ചെയ്യുന്നത്. എന്നാൽ ഇത്തരത്തിൽ ഒപ്പമുണ്ടായിരുന്ന ആളുകൾ പിടിയിലായതോടുകൂടി പാനിക് ആയിട്ടാണ് ഇത്തരത്തിൽ വളരെ വേഗം ഒരു ആക്രമണം നടത്താമെന്ന് വിചാരിക്കുന്നതും അത് എക്സിക്യൂട്ട് ചെയ്യുന്നതും. ഇവർ ചാന്ദിനി ചൗക്ക് എന്ന് പറയുന്ന തിരക്കേറിയ ഒരു സ്ഥലമാണ് ഇവർ ഒരു ആക്രമണത്തിന് പദ്ധതി ഇട്ടിരുന്നത്. പക്ഷേ അതിന് അവർക്ക് നടത്താൻ കഴിഞ്ഞില്ല. കാരണം അത് പോലീസിന്റെ ഇടപെടൽ കാരണം വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ടാവാം ഒരുപക്ഷെ അയാൾ ഈ ചാന്ദിനി ചൗക്ക് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകാനിരുന്നത് ഉപേക്ഷിച്ച്. പക്ഷേ 3 മണിക്കൂറോളം റെഡ് ഫോർട്ടിന്റെ ഫ്രണ്ടിൽ ഇയാൾ ഈ വാഹനം നിർത്തിയിട്ടിരുന്നത് വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. അതിന് അയാൾക്ക് എങ്ങനെ കഴിഞ്ഞു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം ഒരു മെട്രോ സ്റ്റേഷൻ്റെ പ്രധാനപ്പെട്ട ഗേറ്റിന് മുന്നിൽ 3 മണിക്കൂറോളം സ്ഫോടക വസ്തുക്കളുമായി ഒരാൾ കാർ നിർത്തിയിട്ടിരുന്നു എന്നുള്ളത് വളരെ ആശങ്കപ്പെടുത്തുന്ന വളരെ ഗുരുതരമായ ഒരു കാര്യമാണ്. അതിന് അയാൾക്ക് എങ്ങനെ കഴിഞ്ഞു എന്നുള്ള കാര്യത്തിലൊക്കെ ഒരുപക്ഷെ ഇത് ഇപ്പോഴത്തെ ഈ പ്രശ്നം കഴിഞ്ഞത് ആരാണ് ഇതിൻ്റെ പിന്നിൽ, ഈ ഉമർ നബി എന്ന് പറയുന്ന ആളുടെ പിന്നിൽ ആരാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾക്ക് ശേഷം പോലീസ് ഇത്തരം കാര്യങ്ങളെല്ലാം അന്വേഷിക്കുമെന്നുള്ളത് കൃത്യമാണ്. അതിനുശേഷമായിരിക്കും മറ്റ് കാര്യങ്ങളിലേക്ക് കടക്കുക. എന്തായാലും അങ്ങനെ ഒരു ആക്രമണം ഉണ്ടാകുന്നു. അതിൽ പാവപ്പെട്ട നിരാലംബരായ 8 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഈ കൊല്ലപ്പെട്ടവരിൽ ഈ ഉമർ നബിയുടെ മൃതദേഹം ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ അന്വേഷണം നടക്കുകയാണ്. ഈ കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങളുടെ DNA പരിശോധന നടക്കുകയാണ്. അതിനുശേഷമായിരിക്കും ഇതൊരു ഇപ്പോൾ ഈ ആസൂത്രണം നടത്തിയെന്ന് പറയപ്പെടുന്ന ഉമർ നബി എന്ന് പറയുന്ന ആളുടെ മൃതദേഹവും ആ കൂട്ടത്തിൽ നിന്ന് കിട്ടുന്നെങ്കിൽ ഇതൊരു ചാവേർ ആക്രമണം എന്നുള്ള കാര്യം നിസ്സംശയം നമുക്ക് പറയാം സജിത്ത്. അങ്ങനെ ഇതിന് പിന്നിൽ ഈ മുഹമ്മദ് ഈ ഉമർ നബി എന്ന് പറയുന്ന ആളുടെ പിന്നിൽ ആരൊക്കെയാണെന്നുള്ള കാര്യത്തിൽ കൂടെ വ്യക്തത വരുന്നാൽ നമുക്ക് ഇതിലേക്ക്
കൂടുതൽ കാര്യങ്ങൾ ഇതൊക്കെ വെളിവാകും. എന്തായാലും നിലവിൽ ഈ 3 പേരല്ലാതെ മറ്റ് 2 പേർ കൂടി അറസ്റ്റിലായിരിക്കുന്നു. അതായത് ഉമർ നബി എന്ന് പറയുന്ന ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ നമുക്ക് വ്യക്തതയില്ല. ഇയാൾ ഒരു പ്രധാനപ്പെട്ട ആസൂത്രകൻ. ഇയാളുടെ കൂടെ ഉണ്ടായിരുന്ന ഇപ്പോൾ കസ്റ്റഡിയിലുള്ള മുസമ്മൽ ഗനയിൽ എന്ന് പറയുന്ന ആൾ, അതുപോലെ ഡോക്ടർ ഷഹീൻ എന്ന് പറയുന്ന വനിതാ ഡോക്ടർ, അതുപോലെ ഗുജറാത്തിൽ നിന്ന് അറസ്റ്റിലായിരിക്കുന്ന ഒരു മുഹൈദ്ദീനുണ്ട്, അതുപോലെ മറ്റൊരു ഡോക്ടറായിട്ടുള്ള ഡോക്ടർ അദീൽ റാത്തർ എന്ന് പറയുന്ന ആളുണ്ട്. ഇങ്ങനെ 5 ഡോക്ടർമാരാണ് ഇതിൽ ഈ ഭീകരാക്രമണത്തിന് ചുക്കാൻ പിടിച്ചു എന്നുള്ള തരത്തിലേക്ക് പോലീസ് നിഗമനത്തിലെത്തിയിരിക്കുന്നത്. മാത്രമല്ല മറ്റൊരാൾ താരിഖ് എന്ന് പറയുന്ന ഒരാൾ പുൽവാമയിൽ പിടിയിലായിരിക്കുന്നു. ഇയാളാണ് അവസാനമായി, അതായത് ഈ സ്ഫോടനത്തിന് ഉപയോഗിച്ചിരുന്ന i20 വെള്ള i20 കാർ, ഹരിയാന രജിസ്ട്രേഷൻ കാർ, 4 പേർ കൈമറിഞ്ഞു വന്ന വാഹനം ാണ് ആ കാർ അവസാനമായി വാങ്ങിച്ചത്. 2 ആഴ്ചയ്ക്ക് മുമ്പ് ഈ താരിഖാണെന്നുള്ള കാര്യമാണ് പുറത്തു വരുന്നത്. അതുപോലെ തന്നെ ഈ കാർ വാങ്ങുന്നതിന് വേണ്ടി ഉപയോഗിച്ച രേഖകളെല്ലാം വ്യാജമാണെന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നു. അതായത് ഈ കാർ ഇവർ വാങ്ങിച്ചത് ഇത്തരത്തിലൊരു ആക്രമണം നടത്താൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. മാത്രമല്ല ഇന്നലെ ഇത്തരത്തിലൊരു ആക്രമണം നടക്കുമ്പോൾ ആദ്യം പുറത്തു വന്ന റിപ്പോർട്ടുകൾ ഇതൊരു CNG കാർ ബ്ലാസ്റ്റ് ആണ്, ഒരു സ്വാഭാവികമായി ഉണ്ടായ ഒരു അപകടമാണോ എന്നുള്ള കാര്യത്തിലൊക്കെ വലിയ സംശയമുണ്ടായിരുന്നു. എന്നാൽ നമുക്കിപ്പോൾ കാറിന്റെ ന്യൂസ് 18 പുറത്തുവിടുന്നുണ്ട്. കാറിന്റെ വിവരങ്ങളെല്ലാം പുറത്തുവിടുന്നുണ്ട്. അതൊരു 2013 മോഡൽ ഹ്യുണ്ടായി i20 കാറാണ്. അതൊരു CNG അല്ല, അതൊരു പെട്രോളോ ഡീസലോ ആയിട്ടുള്ള വാഹനമാണെന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തത വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു CNG കാർ ബ്ലാസ്റ്റ് അല്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പായിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഈ ബ്ലാസ്റ്റ് ഉണ്ടാവാനായിട്ടുള്ള കാരണം മറ്റെന്തോ ആണ്. അതിൽ സ്ഫോടക വസ്തുക്കൾ ഇന്നലെ ബ്ലാസ്റ്റ് നടന്ന സ്ഥലത്ത് നിന്ന് ലഭിച്ച ഫോറൻസിക് തെളിവുകൾ പ്രകാരം അതിൽ IED പോലുള്ള സ്ഫോടക വസ്തുക്കളുടെ ശേഖരങ്ങൾ, അതിൻ്റെ മറ്റ് അവശിഷ്ടങ്ങൾ അവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. NIA അടക്കമുള്ള സംഘങ്ങൾ അവിടെ എത്തി ഇന്നലെ രാത്രി തന്നെ ഇതിൻ്റെ സാമ്പിളുകളെല്ലാം കൊണ്ടുപോയിരിക്കുകയാണ്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ടുള്ള നിരവധി കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ്. മുഹമ്മദ് നബി എന്ന് പറയുന്ന ഉമർ നബി എന്ന് പറയുന്ന ആളുടെ സഹോദരങ്ങളെയും അമ്മയും അടക്കം പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. മാത്രമല്ല മുഹൈദ്ദീൻ എന്ന് പറയുന്ന ആളുടെ വിവരങ്ങളും, മുഹൈദ്ദീൻ എന്ന് പറയുന്ന ആളെ ഗുജറാത്തിൽ നിന്ന് പിടികൂടി എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതായത് ഇത്തരത്തിൽ രാജ്യത്തുടനീളം പ്രധാനപ്പെട്ട നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെല്ലാം ഇത്തരത്തിൽ ഒരു ആക്രമണം നടത്താൻ ഇവർ പദ്ധതിയിട്ടിരുന്നു എന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സൂചനകളാണ്. ഡൽഹിയിൽ ബ്ലാസ്റ്റ് നടക്കുന്നു, ഹരിയാനയിൽ നിന്ന് ശേഖരങ്ങൾ കണ്ടുപിടിക്കുന്നു, ഗുജറാത്തിൽ നിന്ന് അതിൻ്റെ കൂട്ടാളിയെ പിടികൂടുന്നു, പുൽവാമ സ്വദേശിയാണ്, അതിൻ്റെ ജമ്മുവിലെ പുൽവാമയിലുള്ള ആളാണ് കാർ വാങ്ങിച്ചത്. അങ്ങനെ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ എല്ലാം ഇതിൻ്റെ കണ്ണികൾ വ്യാപിച്ചു കിടക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിൽ ഒരു വലിയ ശക്തികൾ ഇതിൻ്റെ പിന്നിലുണ്ടോ എന്നുള്ള സംശയം സ്വാഭാവികമാണ്. സജിത്ത്, അഭിലാഷ്, 11 മണിക്കത്തെ യോഗം നിർണായകമാണല്ലോ. കാരണം ഇന്നലെ ആഭ്യന്തരമന്ത്രി ഈ പ്രദേശത്ത് സന്ദർശനം നടത്തുന്നു, ആശുപത്രിയിൽ എത്തി പരിക്കേറ്റവരെ സന്ദർശിക്കുന്നു. അതിനുശേഷം ഇത് സംബന്ധിച്ച് ഈ ആക്രമണത്തിന്റെ ഗൂഢാലോചനയ്ക്ക് പിന്നാലെ അങ്ങനെ സൂചനകളൊന്നും അദ്ദേഹം പങ്കുവച്ചില്ല, അന്വേഷണം നടക്കുന്നു എന്ന നിലപാടിലായിരുന്നു. പക്ഷേ മണിക്കൂറുകൾക്കിപ്പുറം 11 മണിക്ക് ചേരുന്ന യോഗത്തിൽ ഇതിന്റെ സൂത്രധാരം ആരൊക്കെയാണ്, എന്താണ് ഇതിന് പിന്നിൽ നടന്ന ഗൂഢാലോചന, ഒപ്പം ഭീകരാക്രമണം തന്നെയായിരുന്നു എന്ന ഒരു ഔദ്യോഗിക സ്ഥിരീകരണം അതിനുശേഷം നമുക്ക് പ്രതീക്ഷിക്കണോ? സജിത്ത്, ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് 11 മണിക്ക് ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച ഉണ്ടാകും. കാരണം അമിത്ഷാ ഇന്നലെ ഈ സ്ഫോടനം നടന്ന സ്ഥലത്ത് നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയതാണ്. അദ്ദേഹത്തിന് അവിടുന്ന് തന്നെ ഒരുപാട് ഇൻപുട്ട് കിട്ടിയിട്ടുണ്ടാകും. അതിനുശേഷം ഇന്ന് NIA അടക്കമുള്ള സംഘം, ഡൽഹി പോലീസിന്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരടക്കം ഇന്ന് അമിത്ഷായെ നേരിട്ട് കാണും. അതിനുശേഷമായിരിക്കും ഇത്തരത്തിൽ ഇതൊരു ഭീകരാക്രമണമാണോ എന്നുള്ള കാര്യത്തിൽ കേന്ദ്ര സർക്കാർ സ്ഥിരീകരണം നടത്തുകയുള്ളൂ. കാരണം ഇതൊരു അതിസങ്കീർണമായിട്ടുള്ള കാര്യമാണ്. നമുക്ക് അങ്ങനെ എടുത്തടിച്ചതുപോലെ പ്രത്യേകിച്ച് അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം അത്രയും രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതിൽ ഉത്തരവാദിത്തമില്ലാതെ ഒരു കാര്യവും കേന്ദ്ര സർക്കാരിന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് അതിൻ്റെ എല്ലാ തെളിവുകളും ശേഖരിച്ചതിന് ശേഷം മാത്രമേ ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള മറുപടികൾ അല്ലെങ്കിൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുകയുള്ളൂ. എന്തായാലും ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്നത് ഈ ഉമർ നബിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിൽ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഉമറിൻ്റെ അമ്മയും സഹോദരങ്ങളെയും പോലീസ് ചോദ്യം ചെയ്ത് വരികയാണ്. അതിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള വിവരം നമുക്ക് ലഭിക്കുന്നത് ഉമറിൻ്റെ അമ്മയോട് കഴിഞ്ഞ വെള്ളിയാഴ്ച പറഞ്ഞത് താൻ പഠിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തിരക്കിലാണ്, അതുകൊണ്ട് ഇനി തന്നെ അങ്ങോട്ട് അടുത്ത് കുറച്ച് ദിവസത്തേക്ക് തന്നെ മൊബൈലിൽ ഫോൺ വിളിക്കരുത് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം ഈ ഉമർ നബി എന്ന് പറയുന്ന ആൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു എന്നുള്ള വിവരം കൂടി ഉമറിൻ്റെ അമ്മയുടെ ഭാഗത്തു നിന്ന് വരുന്നു. അതായത് കൃത്യമായി ആസൂത്രണം ചെയ്ത് ഉമർ നബി എന്ന് പറയുന്ന നമ്മൾ
നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ആൾ, ഇയാൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി എന്നുള്ളതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അയാളുടെ അമ്മയുടെ മൊഴി നമുക്ക് അങ്ങനെ വേണം കരുതാൻ. കാരണം ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു ആക്രമണം നടത്തണം എന്ന് താൻ തീരുമാനിച്ചുറപ്പിച്ചു എന്നുള്ളതിൻ്റെ വിവരങ്ങൾ പുറത്തു വരുന്നത്. അതായത് ഒരുപക്ഷെ തിങ്കളാഴ്ച ഇന്നലെ രാത്രി നടക്കുന്ന ഈ ഒരു ആക്രമണമല്ല, ഇതിന്